ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്തു ഗൈസ്. സോ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിലോ. സോ ഈ വീഡിയോ നിങ്ങളുടെ ബൈക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും മേ ബി യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം, ടയറിൽ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. അത് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് ആർക്കും അത്രയ്ക്ക് അറിയാൻ ചാൻസ് ഇല്ല. നമുക്ക് ടയറിൻ്റെ സൈസും കാര്യങ്ങളും അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് ആക്ച്വലി ടയറിന്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അത് ഞാൻ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ വെച്ചിട്ട് തന്നെ പറയാം. കാരണം എല്ലാ വണ്ടിയുടെ ടയറിലും നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ വെച്ചിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം കേട്ടോ. ഇത് കണ്ടില്ല, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയറിൽ എഴുതിയിട്ടുണ്ട് 110/70R 17 M/C 54S എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഫ്രണ്ടിൽ കാണുന്നത് ടയറിൻ്റെ സൈസാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് 110/70 എന്ന് പറയുന്നത് ടയറിൻ്റെ സൈസാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് 110 mm ടയറിൻ്റെ വീതിയും 70 എന്ന് പറയുന്നത് അല്ല, ഈ 110ൻ്റെ 70%, അതായത് അതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ എന്നാണ് പറയുക. ഒരു 110ൻ്റെ 70% ടയറിൻ്റെ റിമ്മിൽ നിന്നുള്ള ഹൈറ്റ്. അതാണ് 70 എന്ന് പറയുന്നത്. 6 എന്ന് പറയുന്നത് റേഡിയൽ എന്നാണ് അർത്ഥം. അതായത് റേഡിയൽ ടയറാണെങ്കിൽ 6 എന്നുണ്ടാവും. നൈലോൺ ടയറാണെങ്കിൽ അവിടെ ഒന്നും ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു ഹൈഫൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 17 എന്ന് പറയുന്നത് ടയർ റിമ്മിൻ്റെ ഡയാമീറ്ററാണ് കേട്ടോ. ഈ 17 ഡയമീറ്ററുള്ള റിമ്മിലാണ് ഈ ടയർ സ്യൂട്ട് ആവുക. ഈ M/C എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 54 എന്ന് പറയുന്നത്, ഈ 54 kg ഈ ടയർ സേഫായിട്ട് ഓടിക്കാനുള്ള താങ്ങുന്ന വെയിറ്റ്, 54 kg. ഈ S എന്ന് പറയുന്നത് സ്പീഡ് ഇൻഡെക്സിലെ ഒരു ആൽഫബറ്റാണ്. ഈ സ്പീഡ് ഇൻഡെക്സിൽ S ടൈപ്പ് ടയറുണ്ട്, P ടൈപ്പ് ടയറുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ടയേഴ്സ് ഉണ്ട്. ഈ S ടൈപ്പ് ഇതെന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഞാൻ ഈ സ്പീഡ് ഇൻഡെക്സിൻ്റെ ചാർട്ട് ഞാൻ ഈ സൈഡ് കൊടുക്കാം കേട്ടോ. സോ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരോ കാറ്റഗറി ടയറിൻ്റെ എത്ര സ്പീഡ് വരെ പോയാലാണ് സേഫ് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ S കാറ്റഗറി ടയർ എനിക്ക് തോന്നുന്നു 180 വരെയൊക്കെ പോയാൽ 180 km/h പോകുന്നത് വരെയൊക്കെ സേഫ് ആയിരിക്കും ഈ ടയർ, S ടൈപ്പ് ടയർ. ഓക്കെ, പിന്നെ ഇത് കാണുന്നത്, ഇത് ഡോട്ട് കോഡ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ടയറിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വേറെ സൈഡോ ഇല്ലെങ്കിൽ ടയറിൽ നോക്കിയാൽ കാണാൻ പറ്റും, അങ്ങനെയുള്ളൊരു നീളത്തിലൊരു കോഡ് കാണാൻ പറ്റും. ആക്ച്വലി ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് ടയറിൻ്റെ മാനുഫാക്ചറിങ് നമുക്ക് എപ്പോഴാണ് ചെയ്തതെന്നുള്ളതും ടയറിൻ്റെ പഴക്കം അറിയാനും ഈ കോഡ് യൂസ് ആവും. അതായത് ഈ കോഡിൻ്റെ ലാസ്റ്റുള്ള 4 ഡിജിറ്റ് നമ്പറില്ലേ, 4621, ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ 46 എന്ന് പറയുന്നത് ആഴ്ചയും 21 പറയുന്നത് വർഷമാണ്. അതായത് 2021 46ാമത്തെ ആഴ്ചയാണ് ഈ ടയർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. 46ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നണ ഒരു വർഷത്തിൽ 48 ആഴ്ചയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിയില്ല, മേ ബി ഇത് ഡിസംബറിലാണ്, 2021 ഡിസംബറിലാണ് ഈ ടയർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഒരു ടയറിൻ്റെ നല്ല കാലാവധി എന്ന് പറയുന്നത് ഒരു 5 വർഷമാണ്. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ടയർ നിങ്ങൾ മേടിക്കാതിരിക്കുക. കാരണം ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അത് അത്രത്തോളം നല്ല ടയർ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളൊരു 5 വർഷത്തിൽ താഴെ മാനുഫാക്ചർ ചെയ്ത ടയർ മാത്രം വാങ്ങിയിട്ട് വണ്ടിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ടയറിൽ, നമ്മളൊരു ടയർ വാങ്ങുന്ന സമയത്ത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ വീലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും, അതായത് ടയർ റിലേറ്റഡ് അല്ല, നമ്മൾ ചില വണ്ടികളുടെ വീലിലൊക്കെ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കാണിക്കും. ഇത് എന്തിനാണെന്ന് കൂടി ഞാൻ ചുമ്മാ പറയാം, കാരണം അത് കുറേ പേർക്ക് അറിയില്ല. ഇതെന്ന് പറയുന്നത് നിങ്ങൾ വീൽ ബാലൻസിങ് ചെയ്യുമ്പോൾ വെക്കുന്ന സംഭവമാണ് കേട്ടോ. അതായത് നമ്മളുടെ വീല് ടയർ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ബാലൻസിങ് മെഷീനിൽ വെച്ചിട്ട് കറക്കുന്ന സമയത്ത് വീലിൻ്റെ 2 ഭാഗവും സെയിം വെയിറ്റ് ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു സൈഡ് വെയിറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ കൂടിയ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റുള്ള സൈഡ് ഈ ഇങ്ങനെയുള്ളൊരു പ്ലേറ്റ്, ഇതിൽ ഈ വലിയ സ്ക്വയർ കാണുന്നത് 10 ഗ്രാമാണെന്നാണ് തോന്നുന്നത്. 10 ഗ്രാമും അതുപോലെ ചെറുത് 5 ഗ്രാമുമാണ്. അങ്ങനെ വെയിറ്റ് നമ്മൾ ഏത് സൈഡാണ് കൂടുതൽ വെയിറ്റ് അതിന് ബാലൻസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെയിറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
യൂസ് ചെയ്യുന്ന ഒരു പ്ലേറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും വെയിറ്റ് ബാലൻസ് ചെയ്യും. സോ ടയറിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വീൽ ബാലൻസിങ് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കാരണം വീൽ കറക്റ്റായിട്ട് ബാലൻസ് ആയില്ലെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചാൽ ടയർ ഒരു സൈഡ് തേഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ KTM ഇപ്പോൾ അധികമായിട്ടും ഈ ടയർ തേയുന്നൊരു ഇഷ്യൂ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു 10,000 നമ്മൾ മാക്സിമം വീൽ ബാലൻസിങ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഗായ്സ്, സോ അതൊക്കെയാണ് നമ്മളൊരു ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ടയറിൽ ഈ നമ്പേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. മറ്റൊരു ഇതുപോലെയുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെയും ബൈ, റൈറ്റ് സേഫ്.